എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് രാത്രിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട, മെറിറ്റ് കോട്ട അലോട്ട്മെൻറ്റുകളാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ രാവിലെ 10 മണി മുതൽ ജൂൺ 7-ാം തീയതി വൈകുന്നേരം 4 മണി വരെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ലേറ്റ് ആവുന്നതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ലേറ്റായിട്ട് അങ്ങനെ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് അഡ്മിഷന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി പോയിട്ട് വേഗം അഡ്മിഷൻ നേടുന്നതിനായിട്ടാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനും, രണ്ടാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ അതിന് താഴെയുള്ള 2, 3 ഈ രീതിയിൽ അങ്ങനെ താഴോട്ടുള്ള ഒന്നല്ലാതെ ഏതെങ്കിലും ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ലഭിക്കുന്നതിലേക്കായിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നതിനും അവസരം ഉണ്ടായിരിക്കും. പെർമനൻറ്റ് അഡ്മിഷന് വിദ്യാർത്ഥികൾ അതായത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയുള്ള എല്ലാവിധ റിസർവേഷനും അതുപോലെ മറ്റെന്തെങ്കിലും നിങ്ങൾ അപേക്ഷയോടൊപ്പം നൽകിയിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റുകളുടെയും ഒറിജിനൽ സഹിതമാണ് വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോവേണ്ടത്. SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ്, അതായത് റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് ഓൺലൈനായിട്ട് കിട്ടിയിട്ടുണ്ടാകും, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ റിസൾട്ട് ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു HSCAP വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ടും കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ടും 2 ലിങ്കുകൾ കാണാൻ സാധിക്കും. കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ളതിൽ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ഈ ഒരു സ്പോർട്സിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സാധാരണ അപേക്ഷിച്ച വിദ്യാർത്ഥികളും ആ ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് അറിയുന്നതിനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പച്ച കളറിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നും അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ചാലും ഇല്ലെങ്കിലും ഫസ്റ്റ് റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു പേജിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. 2 പേജാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് എത്ര എണ്ണം ആ ഒരു സ്കൂളിൽ ഉണ്ട് എന്നുള്ളത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സാധാരണ അധിക സ്കൂളിലും മലയാളവും ഈ ഒരു ഹിന്ദിയുമാണ് ഉണ്ടാവുക. എന്നാൽ ചില സ്കൂളുകളിൽ ജർമ്മൻ അതുപോലുള്ള വിദേശ ഭാഷകൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള സ്കൂളുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഓരോ സ്കൂളിലെയും ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് അനുസരിച്ച് അതിൽ മാറ്റമുണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൽ എഴുതി വെക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് അഡ്മിഷൻ ഫീസായിട്ട് അടക്കേണ്ടത് എന്നുള്ളത് അലോട്ട്മെൻറ്റ് ലെറ്റർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. നിങ്ങൾ ടെമ്പററിയാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഫീസൊന്നും അടക്കേണ്ടതായിട്ടില്ല. അലോട്ട്മെൻറ്റ് ലഭിച്ച് ഈ ഒരു പെർമനൻ്റ് ആണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട്. എത്ര രൂപയാണ് നിങ്ങൾ അടക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.